നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. 2025 PSC നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷകളിലെ 100-ലധികം ചോദ്യങ്ങളും റിലേറ്റഡ് ഫാക്ട്സിന്റെ ഡിസ്കഷനാണ്. ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി വരാനിരിക്കുന്ന സെക്രട്ടേറിയറ്റ് OA, ലാബ് അസിസ്റ്റന്റ്, ഫയർമാൻ, അസിസ്റ്റന്റ് സെയിൽസ്മാൻ മുതലായ പരീക്ഷകൾക്ക് വേണ്ടി നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ കോഴ്സുകൾ നടന്നു വരികയാണ്. റിവിഷൻ ബാച്ചസ് അവൈലബിൾ ആണ്. അപ്പൊ ആപ്പിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ പറയും. ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റിലും ഉണ്ടായിരിക്കും. പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കുമേ. ക്ലാസ്സിലേക്ക് പോയാലോ? ആദ്യത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള പോലീസിനെ സംബന്ധിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? മൃദുഭാവേ ദൃഢകൃത്യേ എന്നതാണ് കേരള പോലീസിന്റെ ആപ്തവാക്യം. ശരി. പോലീസ് സേനയുടെ മേധാവിയാണ് DGP. ശരി. ഈ രണ്ട് പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. കേരള പോലീസിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. അപ്പോ കേരളത്തിലെ ആദ്യത്തെ DGP ആരാ? അനന്ത ശങ്കര അയ്യരാണ് കേരളത്തിലെ ആദ്യത്തെ DGP. പോലീസ് സേനയുടെ മേധാവിയാണ് DGP. പോലീസ് വകുപ്പിന്റെ മേധാവിയുടെ പദവി പോലീസ് ഡയറക്ടർ ജനറലായി ഉയർത്തുകയും സ്ഥാനപ്പേര് പോലീസ് ഡയറക്ടർ ജനറൽ ദാറ്റ് ഈസ് DGP എന്നാക്കി മാറ്റുകയും ചെയ്ത വർഷം 1981 ആണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ഭക്രാനങ്കൽ അണക്കെട്ട് സത്ലജ് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഹിരാക്കുഡ് മഹാനദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സർദാർ സരോവർ നർമ്മദ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. തെഹ്രി അണക്കെട്ട് ഭാഗീരഥി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടാണ് തെഹ്രി അണക്കെട്ട്. കൃഷ്ണ നദിയിലല്ല, ഭാഗീരഥി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി സർദാർ സരോവർ നർമ്മദ നദിയിലാണെന്ന് പറഞ്ഞു. ഈ സർദാർ സരോവർ പദ്ധതിയെ എതിർത്തുകൊണ്ടുള്ള പരിസ്ഥിതി സംഘടന ഏതാണ്? നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയാണ്. ഈ സംഘടനയുടെ സ്ഥാപക ആരാണെന്ന് ചോദിച്ചാൽ മേധാ പട്കർ ആണ്. മേധാ പട്കർ. സർദാർ സരോവർ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ആരാണ്? നരേന്ദ്രമോദിയാണ്. വർഷം 2017. നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഇനി വരാനിരിക്കുന്ന സെക്രട്ടേറിയറ്റ് OA May 21 പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത്. സെക്രട്ടേറിയറ്റ് OA അതുപോലെ ലാബ് അസിസ്റ്റന്റ് June 21 പരീക്ഷ. ഈ രണ്ട് പരീക്ഷകൾക്കും വേണ്ടി 50 days റിവിഷൻ സ്റ്റഡി പ്ലാൻ ഉൾപ്പെടെ ഒരു പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ എല്ലാ ദിവസവും സിലബസ് ബേസ്ഡ് ആയിട്ട് ഞാൻ പഠിക്കാൻ പോർഷൻസ് തരും കേട്ടോ. ടൈം ടേബിൾ 50 ദിവസത്തെ ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ Day 1 Day 2 ആയിട്ട് പോർഷൻസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതിൽ ഓരോ ദിവസം എല്ലാ ദിവസവും പരീക്ഷയുണ്ട്. രാത്രി 10 മണിക്ക്. രാത്രി 10 മണി തൊട്ട് PSC നടത്തുന്ന അതേ പാറ്റേണിൽ നെഗറ്റീവ് ഉൾപ്പെടെ കൂടുതലും പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ടൈം ടേബിളിൽ ഞാൻ കറണ്ട് അഫയേഴ്സ് എല്ലാ പോർഷൻസും, കറണ്ട് അഫയേഴ്സ് അതുപോലെ SCERT ഫുൾ സിലബസ് കവറേജ് എല്ലാം ഉൾപ്പെടുത്തിയാണ് ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഫുൾ റിവിഷൻ ആണ് നിങ്ങൾക്ക് അവിടെ നടത്താൻ പറ്റുന്നത്. ഈ ലാസ്റ്റ് മിനിറ്റ് ഇനി പുതിയ പുതിയ പോർഷൻസ് പഠിക്കുകയല്ല, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക, റിപ്പീറ്റ് ആയിട്ട് റിവൈസ് ചെയ്ത് പരീക്ഷകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അതിനുവേണ്ടി നമ്മുടെ സെക്രട്ടേറിയറ്റ് OA ലാബ് അസിസ്റ്റന്റ് കോഴ്സിലേക്ക് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തോളൂ. വളരെ ഇഫക്റ്റീവ് ആയിരിക്കും. ഇത്രയും പരീക്ഷകൾ എഴുതിയ ആ ഒരു എക്സ്പീരിയൻസിലായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നത്, പരീക്ഷാ ഹാളിൽ നിങ്ങളുടെ മെയിൻ പരീക്ഷ എഴുതാൻ പോകുന്നത്. ഇപ്പൊ സെക്രട്ടേറിയറ്റ് OA ലാബ് അസിസ്റ്റന്റിന് വേണ്ടി മാത്രമല്ല, ഇനി വരാനിരിക്കുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാനു വേണ്ടി ഫയർമാൻ, ഫയർ വുമൺ സ്പെഷ്യൽ ടോപ്പിക്സ് ഉൾപ്പെടെ ബാച്ച് കോഴ്സ് റണ്ണിംഗ് ആണ്. അതുപോലെ ജനറൽ PSC ബാച്ച് കോഴ്സ് റണ്ണിംഗ് ആണ്. 10th പ്രിലിംസ് 2025 വേണ്ടിയിട്ട് ബാച്ച് കോഴ്സ് റണ്ണിംഗ് ആണ്. എല്ലാത്തിലും അഡ്മിഷൻ ഓപ്പൺ ആണ്. ഇനി വരാനിരിക്കുന്ന ഏറ്റവും കൂടുതൽ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യാൻ ചാൻസ് ഉള്ള കമ്പനി LGS, ഡിഗ്രിക്കാർക്ക് പോലും എഴുതാൻ സാധിക്കുന്ന കമ്പനി LGSന് വേണ്ടി 90 days സ്റ്റഡി പ്ലാൻ ഉൾപ്പെടെ ഞാൻ ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബെക്കോ LD, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഇതിന് വേണ്ടിയിട്ടൊക്കെ ബാച്ച് കോഴ്സ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. VFA ഒക്കെ പ്രിലിംസ് ആൻഡ് മെയിൻസ് ഇൻക്ലൂഡഡ് ബാച്ച് കോഴ്സ് ആണ്. ജോയിൻ ചെയ്യാവുന്നതാണ്. പിന്നെ ക്ലാസ് കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ഡയറക്ട്ലി ചോദിക്കാനുള്ള ഓപ്ഷനും നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അതുപോലെ കോഴ്സുകളിൽ ഫുൾ സിലബസ് കവറേജ്, പുതിയ SCERT, പഴയ SCERT, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള NCERT ക്ലാസ്സുകൾ, ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, ഡീറ്റെയിൽ ആയിട്ട് തന്നെ കറണ്ട് അഫയേഴ്സ് കിട്ടും. PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, ഹർഷിതം സ്പെഷ്യൽ ഷോർട്ട് GK എല്ലാം ആപ്പിൽ അവൈലബിൾ ആണ്. എല്ലാ കോഴ്സുകളിലും നിങ്ങൾക്ക്
കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പ്ലേ സ്റ്റോറിൽ ഹർഷിതം എജുടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആപ്പ് പ്ലേ സ്റ്റോറിലും കിട്ടും, നിങ്ങൾക്ക് ഫോണിൽ ഡൗൺലോഡ് ചെയ്യാം, അതുപോലെ തന്നെ കമ്പ്യൂട്ടറിലും അവൈലബിൾ ആയിരിക്കും. കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിലേക്കും കിട്ടും കേട്ടോ. വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? കണ്ണൂർ ജില്ലയിലെ പാട്യത്താണ് ജനനം. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു. മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദ ഗുരു. കൊട്ടിയൂർ ഉത്സവപ്പാട്ട് എന്ന കൃതിയിലൂടെ ഇളനീരാട്ടം പോലുള്ള അനാചാരങ്ങൾ ചൂണ്ടിക്കാട്ടിയ നവോത്ഥാന നായകൻ ആരാണ്? വാഗ്ഭടാനന്ദനാണ്. ആത്മവിദ്യാ സംഘത്തിന്റെ ആശയങ്ങളും ലക്ഷ്യങ്ങളും വ്യക്തമാക്കുന്ന വാഗ്ഭടാനന്ദന്റെ കവിതയുടെ പേരെന്താ? സ്വതന്ത്ര ചിന്താമണി. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം എന്ന സംഘടനയുടെ സ്ഥാപകനാണ് എന്ന് ഓർക്കുക. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ സ്ഥാപകനാണ്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രഥമ വാഗ്ഭടാനന്ദ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? MT വാസുദേവൻ നായർക്കാണ്. അപ്പൊ ഈ 3 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ചോദ്യം PSC ഡിലീറ്റ് ചെയ്തേ. ഇത് വക്കം അബ്ദുൽ ഖാദർ ആയിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് വക്കം അബ്ദുൽ ഖാദർ മൗലവി അല്ല, മറ്റൊരു വ്യക്തിയാണ് വക്കം അബ്ദുൽ ഖാദർ. ഓക്കെ, അടുത്ത ചോദ്യം വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. സവർണ ജാഥ ഇതോടനുബന്ധിച്ച് നടന്നതാണ്. EV രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതു ലക്ഷ്മിഭായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. ക്ഷേത്രപ്രവേശനമായിരുന്നു സത്യാഗ്രഹികളുടെ ആവശ്യം. വഴിനടക്കൽ സത്യാഗ്രഹമായിരുന്നേ. അപ്പൊ ആദ്യത്തെ മൂന്ന് പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്. സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാന തത്വം എന്ന വൈക്കം സത്യാഗ്രഹത്തിന്റെ വിജയത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? മഹാത്മാ ഗാന്ധിയാണ്. വൈക്കം വീരർ എന്നറിയപ്പെടുന്നത് ആരാ? EV രാമസ്വാമി നായ്ക്കർ. പെരിയോർ എന്നറിയപ്പെടുന്നത് ആരാണ്? EV രാമസ്വാമി നായ്ക്കർ. താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയിയുടെ രചനകളിൽ പെടാത്തത് ഏതാണ്? 4 മാത്രമാണ്. സതിഹിത ബോധിനിയാണ് രാജാറാം മോഹൻ റോയിയുടെ രചനകളിൽ ഉൾപ്പെടാത്തത്. പെർസെപ്റ്റ്സ് ഓഫ് ജീസസ്, തുഹഫുത്തുൽ മുവാഹിദീൻ, ഗൈഡ് ടു പീസ് ആൻഡ് ഹാപ്പിനെസ്, ഇത് 3 രാജാറാം മോഹൻ റോയിയുടെ കൃതികളാണ്. ഇനി രാജാറാം മോഹൻ റോയ് ദേശീയ വിദ്യാഭ്യാസത്തിന്റെ ആദ്യ പ്രചാരകൻ, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. ഇവിടെ ശരിയായിട്ടുള്ള ജോഡി ചലച്ചിത്ര അക്കാദമിയുടെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം കണ്ണൂരാണ്. അപ്പൊ ചലച്ചിത്ര അക്കാദമി 1998 ഫോം ചെയ്തത്. ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരം. കേരള ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാ? ചെമ്പൂക്കാവ് തൃശൂരാണ്. ഇനി കേരള മീഡിയ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? RS ബാബു ആണ്. അടുത്ത ചോദ്യം മഹാത്മാഗാന്ധിയെ കുറിച്ചുള്ള താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നയീം താലീം. ശരിയാണ്. ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് അനാസക്തി യോഗം. ശരി. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് 1920. ശരി. ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം അഭിനയിച്ചത് ബെൻ കിങ്സ്ലി ആണ്. ഈ തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഹരിജൻ എന്ന പത്രം സ്ഥാപിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. ഗാന്ധിജിയുടെ അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതിയായ നയീം താലീം നടപ്പിലാക്കുന്നതിനായി നിയമിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ സക്കീർ ഹുസൈൻ ആണ്. ഡോക്ടർ സക്കീർ ഹുസൈൻ. ഇത് ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത്? തെറ്റായിട്ടുള്ള ജോഡി 1 മാത്രമാണ്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാ? മനില. ഫിലിപ്പൈൻസിലെ മനിലയാണ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം. അത് മാത്രം തെറ്റ്. ബാക്കിയെല്ലാം ശരി. നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസ്. ഗ്രീൻ പീസിന്റെ ആസ്ഥാനം ആംസ്റ്റർഡാം. ഇന്റർപോളിന്റെ ആസ്ഥാനം ലിയോൺ ആണ്. നാറ്റോ സ്ഥാപിതമായ വർഷം 1949. ഇന്റർപോൾ സ്ഥാപിതമായ വർഷം 1923. ഗ്രീൻ പീസ് എന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പാരിസ്ഥിതിക സംഘടനയാണ്.
ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് 1966 രൂപീകരിച്ചത്. ആസ്ഥാനം ഫിലിപ്പൈൻസിലെ മനിലയാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് മൗലാന അബുൾ കലാം ആസാദ് ആണ്. മൗലാന അബുൾ കലാം ആസാദ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് മൗലാന അബുൾ കലാം ആസാദ്. മൗലാന അബുൾ കലാം ആസാദിന് മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം നൽകിയ വർഷം 1992 ആണ്. 1992. ഇദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നും ഓർക്കുക. അടുത്ത ചോദ്യം നോക്കാം. അസം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത് ഏത്? നംച ബർവയാണ് അസം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത്. അപ്പൊ നദീ താഴ്വാരങ്ങളെ അടിസ്ഥാനമാക്കി ഹിമാലയത്തെ എത്ര വിഭാഗങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്? 4 വിഭാഗങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ആരാണ് ഇങ്ങനെ തരംതിരിച്ചത് എന്ന് ചോദിച്ചാൽ സർ സിഡ്നി ബെർണാഡ് ആണ് ഇങ്ങനെ തരംതിരിച്ചത്. ഈ 4 തരംതിരിവ് എങ്ങനെയൊക്കെയാണ്? പഞ്ചാബ് ഹിമാലയം, കുമയൂൺ ഹിമാലയം, നേപ്പാൾ ഹിമാലയം, അസം ഹിമാലയം. അതിൽ പഞ്ചാബ് ഹിമാലയം സ്ഥിതി ചെയ്യുന്നത് സിന്ധു സത്ലജ് നദികൾക്കിടയിലും, കുമയൂൺ ഹിമാലയം സ്ഥിതി ചെയ്യുന്നത് സത്ലജ് കാളി നദികൾക്കിടയിലും, നേപ്പാൾ ഹിമാലയം സ്ഥിതി ചെയ്യുന്നത് കാളി ടീസ്ത നദികൾക്കിടയിലും, അസം ഹിമാലയം സ്ഥിതി ചെയ്യുന്നത് ടീസ്ത ബ്രഹ്മപുത്ര നദികൾക്കിടയിലുമാണെന്ന് ഓർക്കുക. അടുത്ത ചോദ്യം, കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം ഏതാണ്? കരേവ മണ്ണിനമാണ്. കരേവ. അടുത്ത ചോദ്യം, ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം ഏതാ? റാറ്റ് ഹോൾ മൈനിങ് ആണ്. കൽക്കരി വേർതിരിച്ചെടുക്കാൻ വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ കുഴിയെടുക്കുന്ന പ്രക്രിയയാണ് റാറ്റിന്റെ ഹോള് പോലെ, എലിയുടെ മാളം പോലെ കുഴിയെടുക്കുന്ന പ്രക്രിയയാണ് റാറ്റ് ഹോൾ മൈനിങ് എന്നത്. ഓപ്ഷൻ എ ഓപ്പൺ കാസ്റ്റ് മൈനിങ്. എന്തായത്? ഭൂമിയിലെ തുറന്ന കുഴിയിൽ നിന്നും ധാതുക്കൾ വേർതിരിച്ചെടുക്കുന്ന സാങ്കേതിക വിദ്യയാണ്. അടുത്ത ചോദ്യം, ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം ഏത്? ടൈറ്റാനിയം ഓക്സൈഡ് ആണ് ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം. മറ്റൊരു ഘടകമാണ് കാൽഷ്യം ഫ്ലൂറൈഡ്. മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപം ഏത്? ഓക്സ്ബോ തടാകങ്ങൾ. ഓക്സിന്റെ ബോ പോലുള്ള തടാകങ്ങൾ, ഓക്സ്ബോ തടാകങ്ങൾ. നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തർപ്രദേശിലാണ് നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത്. രാജസ്ഥാനിലെ ആണവ നിലയം ഏതാണ്? കോട്ട, റാവത് ഭട്ട എന്നീ ആണവ നിലയങ്ങൾ രാജസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്നു. ഗുജറാത്തിലെ കാക്രപാറ, തമിഴ്നാട്ടിൽ കൽപ്പാക്കം, കൂടംകുളം, കർണാടകയിൽ കൈഗ എന്നിവയാണ് സ്ഥിതി ചെയ്യുന്നത്. മഹാരാഷ്ട്രയിൽ താരാപൂർ. 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെയാണ്? കസാൻ, റഷ്യ. ഒരുപാട് തവണ ചോദിച്ചു. 2025 ബ്രിക്സ് കൂട്ടായ്മയിൽ പുതിയതായി അംഗത്വം നേടിയ രാജ്യം ഏതാണ്? ഇന്തോനേഷ്യയാണ്. 2025 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ബ്രസീലിലെ റിയോ ഡി ജനീറോ. ഗുർ, ഖണ്ഡസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പഞ്ചസാര വ്യവസായവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ചോദ്യം PSC ഡിലീറ്റ് ചെയ്തേ. അടുത്തത്, അജണ്ട 21 എന്നത് എന്തിനെ കുറിക്കുന്നു? അജണ്ട 21 എന്നത് ആഗോള സുസ്ഥിര വികസനത്തെ കുറിക്കുന്നു. ആഗോള സുസ്ഥിര വികസനം. ഭൗമ ഉച്ചകോടിയുടെ ഫലമാണ് അജണ്ട 21. വനതത്വങ്ങൾ, ജൈവ വൈവിധ്യത്തെ കുറിച്ചുള്ള കൺവെൻഷൻ, പരിസ്ഥിതിയും വികസനവും സംബന്ധിച്ച റിയോ പ്രഖ്യാപനം എന്നിവ. അടുത്ത ചോദ്യം, ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയിലുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരെയുമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരെയും. പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ആരംഭിച്ചത് 2018 അപ്പൊ കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരതിന് കീഴിലുള്ള പദ്ധതിയാണ് ഇത്. പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന, PMJAY. ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷം 2010. 2010 ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായത്. ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ് ആസ്ഥാനം. ലഞ്ച് ബെൽ
പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം കേരളമാണ്. ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഈ ലഞ്ച് ബെൽ പദ്ധതിയിലൂടെ ഭക്ഷണത്തിന് ഓർഡർ നൽകുന്നതിനായി വികസിപ്പിച്ച ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. അതിന്റെ പേരെന്താ? പോക്കറ്റ് മാർട്ട് എന്നതാണ്. പോക്കറ്റ് മാർട്ട്. അതായത് ഓഫീസുകൾ, ബാങ്കുകൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലേക്ക് ഉച്ചഭക്ഷണം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണ് ലഞ്ച് ബെൽ. 2024 ഇതിന് തുടക്കം കുറിച്ചത്. ഇതിനു വേണ്ടിയിട്ട് ഒരു ആപ്പും ഡെവലപ്പ് ചെയ്തു. ആപ്പിന്റെ പേരാണ് പോക്കറ്റ് മാർട്ട്. താഴെ പറയുന്നവയിൽ 1920 നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏത്? ബന്ധമില്ലാത്തത് ഫ്യൂഡൽ നികുതി നൽകുക എന്നതാണ് ബന്ധമില്ലാത്തത്. ബാക്കി തെരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക, നികുതി നൽകാതിരിക്കുക, ഇവയൊക്കെ ഏതിൽ വരുന്നതാണ്? നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്. നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? പഞ്ചാബ് പ്രശ്നം പരിഹരിക്കുക, ഖിലാഫത്ത് പ്രശ്നം പരിഹരിക്കുക, സ്വരാജ് നേടുക എന്നിവ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണ്? നവമഞ്ജരിയാണ്. നവമഞ്ജരി. വേദാധികാര നിരൂപണം രചിച്ചത് ആര്? ചട്ടമ്പി സ്വാമികൾ. അരുൾനൂൽ രചിച്ചത് ആരാണ്? വൈകുണ്ഠ സ്വാമികൾ. ആദിഭാഷ രചിച്ചതാരാണ്? ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികൾ. ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം ഏതാണ്? ധോളാവീരയിലാണ് ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ധോളാവീര സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ ഗുജറാത്തിലാണ്. ഗുജറാത്ത്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആനി ബസന്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ആനി ബസന്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഒന്ന് മാത്രമാണ്. ഗുലാംഗിരി എന്ന ഗ്രന്ഥം രചിച്ചു. ഗുലാംഗിരി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ജ്യോതിറാവു ഭൂലെ. ഗുലാംഗിരി എന്ന വാക്കിന്റെ അർത്ഥം അടിമത്തം എന്നതാണ്. ജ്യോതിറാവു ഭൂലെ മഹാരാഷ്ട്രയിലെ മാർട്ടിൻ ലൂഥർ കിങ് ആയ ജ്യോതിറാവു ഭൂലെയാണ് രചിച്ചത്. അപ്പൊ ഒന്ന് മാത്രമാണ് ബന്ധമില്ലാത്തത്. ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആനി ബസന്റ്. 1916 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? ആനി ബസന്റ് ആണ്. പാഞ്ചാലി ശബദം എഴുതിയത് സുബ്രഹ്മണ്യ ഭാരതിയാണ്. പാഞ്ചാലി ശബദം, കണ്ണൻപാട്ട്, കുയിൽപ്പാട്ട്, ജ്ഞാനരഥം, സുദേശ ഗീതങ്ങൾ ഇവയൊക്കെ ആരുടെ കൃതികളാണ്? സുബ്രഹ്മണ്യ ഭാരതിയുടെ കൃതികളാണ്. സുബ്രഹ്മണ്യ ഭാരതി ഒരു തമിഴ് പത്രവും ആരംഭിച്ചു. അതിന്റെ പേരാണ് ഇന്ത്യ എന്നത്. ഓടി വിളയാട് പാപ്പ എന്ന കവിതയുടെ രചയിതാവും ആര് തന്നെയാണ്? സുബ്രഹ്മണ്യ ഭാരതി തന്നെയാണ്. സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് EV രാമസ്വാമി നായ്ക്കർ. ഹിതകാരിണി സമാജം എന്ന സംഘടന ആരംഭിച്ചത് വീരേശലിംഗം പന്തലു ആണ്. വീരേശലിംഗം പന്തലു. ഇനി സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ആര്യ സമാജ സ്ഥാപകൻ. സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പാക്കിയ സംസ്ഥാനം ഏത്? തെലങ്കാനയാണ്. തെലങ്കാന. 2023 ഇങ്ങനൊരു സ്ത്രീ ശാക്തീകരണ പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം ഏത് സംസ്ഥാനം നടപ്പിലാക്കിയത്? തെലങ്കാന നടപ്പിലാക്കിയത്. ഇനി ഡൽഹിയിൽ സ്ത്രീകൾക്കായി ആരംഭിച്ച സൗജന്യ ബസ് യാത്രാ പദ്ധതിയാണ് പിങ്ക് ടിക്കറ്റ്. പിങ്ക് ടിക്കറ്റ്. സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര നൽകുന്നതിന് വേണ്ടി ശക്തി പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ കർണാടകയാണ്. കർണാടക. ഇനി കേരളത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും ആദ്യ സൗജന്യ ബസ് യാത്ര ആരംഭിച്ച പഞ്ചായത്ത് മലപ്പുറം ജില്ലയിലെ തൃപ്പങ്ങോട് പഞ്ചായത്ത്. ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. തൃപ്പങ്ങോട് പഞ്ചായത്ത്, മലപ്പുറം ജില്ല. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളും അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളും ചുവടെ നൽകിയിരിക്കുന്നു. ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 മുതൽ 22 വരെ. സമത്വത്തിനുള്ള അവകാശം 14 മുതൽ 18 വരെ. മതസ്വാതന്ത്ര്യം 25 മുതൽ 28. ചൂഷണത്തിനെതിരെ 23ഉം 24ഉം. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? പിംഗലി വെങ്കയ്യയാണ്. പിംഗലി വെങ്കയ്യ. ത്രിവർണ്ണ പതാകയെ കോൺഗ്രസ് അംഗീകരിച്ചത് 1931 കറാച്ചി സമ്മേളനത്തിലാണ്. കറാച്ചി സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ. ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? ദേശീയ പതാകയും ദേശീയ ഗാനത്തെയും ആദരിക്കുക. ശരി. ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, സമഗ്രത എന്നിവയെ മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക. ശരി. ശാസ്ത്ര വികാസം, മാനവിക പുരോഗതി, മാനവികത എന്നിവയുടെ വികാസം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. അപ്പൊ ഈ തന്നിരിക്കുന്നതെല്ലാം ശരിയാണ്. മൗലിക കടമകൾ പ്രധാനപ്പെട്ടത് 6 മുതൽ 14 വയസ്സ്, 6നും 14 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധവുമായ വിദ്യാഭ്യാസം മാതാപിതാക്കളുടെ കടമയാണ്. ഇതാണ് 11ാമത്തെ മൗലിക കടമയായിട്ട് കൂട്ടിച്ചേർത്തത്.
ഏത് വർഷം? 86ാമത്തെ ഭരണഘടനാ ഭേദഗതി 2002. ആ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? AB വാജ്പേയി ആയിരുന്നു. രാഷ്ട്രപതി ആരായിരുന്നു? APJ അബ്ദുൽ കലാം ആയിരുന്നു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആര്? രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. അപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ ഒരു സമിതിയുണ്ട്. ആ സമിതിയിലെ അംഗങ്ങൾ ആരൊക്കെ? ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. ലോക്സഭാ സ്പീക്കറുണ്ട്, ലോക്സഭാ പ്രതിപക്ഷ നേതാവുണ്ട്, കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുണ്ട്, രാജ്യസഭാ ഉപാധ്യക്ഷനുണ്ട്, രാജ്യസഭാ പ്രതിപക്ഷ നേതാവുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? വിവരാവകാശ നിയമം 2005 വിവരാവകാശ നിയമം അനുസരിച്ച് നിലവിൽ വന്നതാണ് വിവരാവകാശ കമ്മീഷൻ. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരായ വനിതകൾ ആരൊക്കെ? ദീപക് സന്ധുവും സുഷമ സിംഗും ആണ്. ദീപക് സന്ധുവും സുഷമ സിംഗും. ഇന്ത്യയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ് ആണ്. അപ്പൊ ആന്ധ്ര സംസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് വേണ്ടി നിരാഹാരം അനുഷ്ഠിച്ചതിനെ തുടർന്ന് മരണമടഞ്ഞ ഗാന്ധിയനാണ് പോറ്റി ശ്രീരാമലു. ആന്ധ്ര സംസ്ഥാനം രൂപീകരിച്ചത് 1953 ആന്ധ്രാപ്രദേശ് 1956. ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആര്? സുകുമാർ സെൻ ആണ്. സുകുമാർ സെൻ. TN ശേഷൻ ആരാണ്? ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയ ഏക മലയാളിയാണ് TN ശേഷൻ. ഇനി രംഗനാഥ മിശ്ര ആരാണ്? ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആയിരുന്നു രംഗനാഥ മിശ്ര. അന്യായമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് ലാറ്റിൻ നെയിമാണ്. അതിന്റെ അർത്ഥം ശരീരം ഹാജരാക്കുക എന്നതാണ്. റിട്ട് പുറപ്പെടുവിക്കുന്നത് സുപ്രീം കോടതിയും ഹൈക്കോടതിയും മാത്രമാണ്. മൗലികാവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നതിന് വേണ്ടി മാത്രം റിട്ട് പുറപ്പെടുവിക്കുന്നത് സുപ്രീം കോടതിയും, മൗലികാവകാശങ്ങളോടൊപ്പം നിയമാവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടാനും റിട്ട് പുറപ്പെടുവിക്കുന്നത് ഹൈക്കോടതിയുമാണ്. ഹൈക്കോടതി. അടുത്ത ചോദ്യം. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ആനന്ദമഠം എന്ന കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന കൃതി. ആനന്ദമഠം എന്ന നോവലിൽ ഏത് ക്യാരക്ടറാണ് വന്ദേ മാതരം ആലപിക്കുന്നത്? ഭവാനന്ദൻ എന്ന കഥാപാത്രം ആലപിക്കുന്ന ഗാനമായിട്ടാണ് വന്ദേ മാതരത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വന്ദേ മാതരം ആലപിക്കാൻ വേണ്ട സമയം 65 സെക്കൻഡ് ആണ്. വന്ദേ മാതരത്തിന്റെ ഇംഗ്ലീഷ് പതിപ്പ് രചിച്ചത് ആരാണ്? അരവിന്ദ ഘോഷ് ആണ്. പേരെന്താ? മദർ ഐ ബോ ടു തീ എന്നതാണ്. ഓക്കെ, അപ്പൊ 100-ലധികം ഫാക്ട്സ് ഈ ഒരൊറ്റ ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ കോഴ്സുകളെല്ലാം നടന്നു വരികയാണ്. എത്രയും വേഗം ജോയിൻ ചെയ്തോളാം, വളരെ തുച്ഛമായിട്ടുള്ള ഫീസിൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിരിക്കണേ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.